ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഇത്ര വേണ്ടിയിരുന്നില്ല, അത് നിങ്ങളുടെ പ്രവർത്തനത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് എന്ന്? നമുക്ക് ഏറ്റവും ഉപകാരമുള്ള വസ്തുവാണ് മൊബൈൽ ഫോൺ. പക്ഷേ അതിൻ്റെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം നമ്മെ കൊണ്ടെത്തിക്കുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇതിൽ നിന്നൊരു മോചനം വേണം എങ്കിൽ അത്തരം ആളുകൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ സ്കെയിൽ എന്ന് പറയുന്ന ടെസ്റ്റിൻ്റെയും ഇൻ്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു ക്വസ്റ്റ്യനെയർ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുന്നത്. ഡോക്ടർ കിംബർലി യങ് എന്ന പ്രഗത്ഭനായ ശാസ്ത്രകാരൻ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ റെഡി ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ ഒരു പേനയും കടലാസും എടുക്കുക. ഞാൻ പറയുന്ന ഒരു 16 ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയുക. 3 ഓപ്ഷനുകളാണ്, 3 ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ഒന്നുകിൽ ഇല്ല എന്നായിരിക്കും, തീരെ ഇല്ല എന്നാണെങ്കിൽ 0 മാർക്ക് ഇടേണ്ടത്. ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാണെങ്കിൽ 1 മാർക്ക് ഇടണം. സ്ഥിരമായുണ്ട്, കൂടുതലുണ്ട് എങ്കിൽ 2 മാർക്കാണ് ഇടേണ്ടത്. 16 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് അവസാനം അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു കാര്യം വളരെ അടിവരയിട്ട് പറയുന്നത്, സത്യസന്ധമായി ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരെ ആ ഒരു ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: സ്മാർട്ട് ഫോൺ ഉപയോഗം ദീർഘമാവുന്നത് കാരണം നിർണായക ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? അമിതമായ ഉപയോഗം കാരണം നിങ്ങൾ ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ്. തീരെ ഇല്ല എന്നാണെങ്കിൽ 0 മാർക്കിടാം. വല്ലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 മാർക്കിടാം. കൂടുതലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ 2 മാർക്കിടാം. രണ്ടാമത്തെ ചോദ്യം: നിങ്ങളുടെ പഠനമോ ജോലിയോ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും തോന്നുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗം കാരണമാണോ? തീരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ 0, വല്ലപ്പോഴും ഉണ്ടെങ്കിൽ 1 മാർക്ക്, കൂടുതലുണ്ടെങ്കിൽ 2 മാർക്ക്. മൂന്നാമത്തെ ചോദ്യം: സ്മാർട്ട് ഫോൺ ഇല്ലാത്തപ്പോൾ അസ്വസ്ഥതയോ പ്രയാസകരമായ ചിന്തയോ അനുഭവിക്കുന്നുണ്ടോ? ഫോണില്ലാത്ത അവസ്ഥയിൽ ഉള്ളിൽ നിന്നൊരു പ്രയാസം, ഒരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ടോ എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം: പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ താല്പര്യം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടോ? ടെക്നോളജിയുടെ പുതിയ വെർഷനുകൾ വരുമ്പോഴേ, പുതിയ മൊബൈൽ ഫോൺ വരുമ്പോഴൊക്കെ അത് വാങ്ങണമെന്ന അമിതമായ താല്പര്യം വർദ്ധിച്ചിട്ടുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം: നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം അമിതമാവുന്നതിനെക്കുറിച്ച് സ്വയം വിഷമിക്കുന്നുണ്ടോ? അത്ര വേണ്ടിയിരുന്നില്ല, ഒരുപാട് സമയം നഷ്ടമായില്ലേ, എന്നിട്ട് എന്താ പോലെ കിട്ടിയത്, സമയം ഇങ്ങനെ നഷ്ടമാവുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാറുണ്ടോ? 6, കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ നിങ്ങളുടെ അമിത സ്മാർട്ട് ഫോൺ ഉപയോഗത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? കുറച്ച് ഓവറാകുന്നുണ്ട് കേട്ടോ, കുറച്ച് അമിതമാവുന്നുണ്ട് കേട്ടോ, ഇത് ചുരുക്കണം, ഇത്ര ഓവറായി കഴിഞ്ഞാൽ ബാധിക്കും, പഠനത്തെയും ജോലിയൊക്കെ ബാധിക്കും എന്ന് സുഹൃത്തുക്കളോ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഏഴാമത്തത്: ചുറ്റുപാടുകളുമായി സംവദിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ടോ? മനുഷ്യരുമായുള്ള നേർക്കുനേരെയുള്ള സംഭാഷണങ്ങൾ കുറയുകയും സ്മാർട്ട് ഫോണിൽ കൂടുതൽ ഇടപെടുകയും ചെയ്യുന്നൊരവസ്ഥാവിശേഷം ഉണ്ടോ എന്നുള്ളതാണ്. 8, പൊതു ഇടങ്ങളിൽ സെൽഫി എടുക്കുന്നതിനോ അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യുന്നതിനോ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ടോ? 9, സ്മാർട്ട് ഫോൺ ഉപയോഗം കൊണ്ട് ഉറങ്ങാൻ സമയം വൈകുകയോ ഉറക്കത്തെ ബാധിക്കുകയോ ചെയ്യാറുണ്ടോ? ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, ഉറക്കത്തെ ബാധിക്കുന്നുള്ളത്. 10, കണ്ണിന് അസ്വസ്ഥത, തലവേദന, തള്ളവിരൽ, കൈമുട്ട്, കഴുത്ത് എന്നിവിടങ്ങളിൽ വേദന അല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ടോ? 11, ആപ്ലിക്കേഷനുകൾ വാങ്ങുന്നതിനോ പ്രീമിയർ ഉപയോഗത്തിനോ സ്മാർട്ട് ഫോൺ ഉപയോഗത്താൽ അധികം പണം ചെലവഴിക്കാറുണ്ടോ? നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കണമെങ്കിൽ പല ആപ്പുകൾക്കും പണം കൊടുക്കണം. അങ്ങനെ കൂടുതൽ പണം ഉപയോഗിച്ചിട്ട് നിങ്ങളത് വാങ്ങാറുണ്ടോ? 12, നിങ്ങളുടെ
സാമ്പത്തിക ശേഷിയേക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോൺ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ധനശേഷിയേക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോൺ അനുബന്ധ ഉൽപ്പന്നങ്ങൾ നിക്ഷേപം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓരോരുത്തരും ആപേക്ഷികമാണ്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വാങ്ങുന്നു. എന്നാൽ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറത്തേക്ക് വലിയ എമൗണ്ടിനുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഒന്നിച്ചു കൊടുക്കുന്നുണ്ടാവില്ല, EMI വഴിയോ അല്ലെങ്കിൽ മറ്റൊരുപാട് സ്കീമുകൾ വഴിയോ ഒക്കെ ആവാം. 13, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുകയും മറ്റുള്ളവരുടെ ഉപയോഗത്തെക്കുറിച്ച് വിമർശിക്കുകയും ചെയ്യാറുണ്ടോ? 14, ഓരോ ദിവസവും നിങ്ങൾ എത്രമാത്രം സമയം ഓൺലൈൻ ചെലവഴിക്കുന്നു എന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? 24 മണിക്കൂറിൽ എത്ര സമയമാണ് ഓൺലൈനിൽ നിങ്ങൾ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവെയറായിട്ടുണ്ടോ, നിരീക്ഷിച്ചിട്ടുണ്ടോ? നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ സെറ്റിങ്സിൽ പോയാൽ എത്ര സമയമാണ് ഓരോ ആപ്പ് ഉപയോഗിക്കാനും ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും നമ്മൾ വിനിയോഗിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള അവസരങ്ങൾ മൊബൈൽ ഫോണിലുണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ നിങ്ങൾ അവെയറായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 15, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു ദിവസം പൂർണ്ണമായും സ്വസ്ഥമായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരു ദിവസം പൂർണ്ണമായും ഫോണില്ലാതെ വളരെ സ്വസ്ഥമായിരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. 16, സോഷ്യൽ മീഡിയ ലൈക്കുകൾ അല്ലെങ്കിൽ ഫോളോവറുകൾ കുറയുമ്പോൾ നിരാശയോ സങ്കടമോ തോന്നാറുണ്ടോ? ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അതിൽ വരുന്ന ലൈക്കുകൾ, കമൻറ്റുകൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അത് കുറയുമ്പോൾ നിരാശ വരാറുണ്ടോ, സങ്കടം വരാറുണ്ടോ? 16 ചോദ്യമാണുള്ളത്. ഇനി നിങ്ങൾ കിട്ടിയ മാർക്കുകൾ ടോട്ടൽ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കോറിലെ ഒന്ന് വിശകലനം ചെയ്യാം. പരമാവധി 32 മാർക്കാണ് ലഭിക്കുക. അതിൽ 0 മുതൽ 8 മാർക്ക് വരെയാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങളുടെ സ്വാഭാവിക ഉപയോഗമാണ്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഈ ലെവലിൽ തന്നെ പോയാൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. 9 മുതൽ 16 വരെ മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചില ആശങ്കകളുണ്ട്. നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അമിതമായി കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി 17 മുതൽ 24 വരെയാണ് നിങ്ങൾക്ക് ലഭിച്ച മാർക്കെങ്കിൽ അഡിക്ഷൻ സാധ്യതയുണ്ട്. ആവശ്യമായ പ്രവർത്തനങ്ങൾ കൈക്കൊള്ളണം. അഡിക്ഷൻ്റെ ബോർഡറിലാണ് നിങ്ങളുള്ളത്. ഈ രൂപത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പാണ് അഡിക്ഷനിലേക്ക്, ആസക്തിയിലേക്ക് എത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്ന സൂചനയാണ്. 25 മുതൽ 32 വരെയാണ് നിങ്ങൾക്ക് ലഭിച്ച മാർക്കെങ്കിൽ ഗൗരവതരമായ അഡിക്ഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രൊഫഷണൽ സഹായം അനിവാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ സഹായം തേടേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് മോചനം നേടണം എന്നാണ് അതിൻ്റെ സൂചന. ഒരിക്കൽ കൂടി പറയുന്നത്, വളരെ സത്യസന്ധമായി ചെയ്യുക, എന്നിട്ട് സ്വയം വിലയിരുത്തുക. സെൽഫ് അവെയർനെസ് ആണ് ഏറ്റവും പ്രധാനം. അതിനനുസരിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ മാറ്റം വരുത്തണം. മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനെക്കുറിച്ച്, സോഷ്യൽ മീഡിയ അഡിക്ഷനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.